ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള വയനാടൻ തുറമാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പച്ചമാങ്ങ കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ തുറമാങ്ങ ഉണ്ടാക്കി ഭരണികൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെയും കൂട്ടാൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു തുറമാങ്ങയുടെ കഷ്ണം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ. ഇപ്പോൾ വയനാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഈ തുറമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 10-12 പച്ചമാങ്ങ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങ മുഴുവനായിട്ടും ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ മാങ്ങ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മാങ്ങയുടെ മുകളിൽ നെക്കി നോക്കുമ്പോൾ നെങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് പാകമായി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഈ മാങ്ങ തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. അതുപോലെ തന്നെ മാങ്ങണ്ടിയുടെ 2 വശങ്ങളിലുമുള്ള തോലുകൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുത്താൽ മതി. അത് മുഴുവനായിട്ട് അടർത്തിയെടുക്കരുത്. അങ്ങനെ ഞാനിവിടെ മുഴുവൻ മാങ്ങയും ഇതുപോലെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ കഷ്ണങ്ങളിലും ഉപ്പ് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ മാങ്ങാണ്ടിയുടെ ഇരു സൈഡുകളിലും ഉപ്പ് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നമ്മൾ ഉപ്പ് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഈ മാങ്ങാ കഷ്ണങ്ങളെല്ലാം ഉപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെയുള്ള തട്ടുകളിൽ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വെയിലത്തേക്ക് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഉണങ്ങിയ മാങ്ങയാണിത്. ഇതുപോലെ നമുക്ക് 2-3 ദിവസം കൂടി വെയിൽ കൊള്ളിക്കാം. നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് 3 ദിവസത്തെ വെയിൽ മതി ഇത് ഉണങ്ങി കിട്ടാൻ. ഇപ്പോൾ മാങ്ങയൊക്കെ നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കാം. അപ്പോൾ ഈ തുറമാങ്ങ ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്കൊരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിന് വേണ്ടി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് എന്നിവ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് വറവായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കൊരു 10-12 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. വറ്റൽമുളക് കരിയാതെ നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില എന്നിവ കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നിറം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കത് നല്ലവണ്ണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ ഈ മസാലപ്പൊടികൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഉണക്കിയെടുത്ത മാങ്ങാ കഷ്ണങ്ങൾ വിനാഗിരിയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉണക്കിയെടുത്ത മുഴുവൻ മാങ്ങാ കഷ്ണങ്ങൾ ഞാൻ വിനാഗിരിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് ഈ പൊടിച്ചെടുത്ത മസാല വിതറി കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഓരോ മാങ്ങാ കഷ്ണങ്ങളിലേക്കും മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലവണ്ണം ഈ മസാലപ്പൊടികൾ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മുടെ തുറമാങ്ങ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിലേക്കൊരു തുള്ളി പോലും എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
നമ്മളിതുപോലെ തുറമാങ്ങ ഉണ്ടാക്കി ഭരണികളിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ തുറമാങ്ങയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.